ഹായ്, ഞാൻ ഡോക്ടർ രാകേഷ്. ഞാൻ ബ്ലഡ് ക്യാൻസർ വിദഗ്ധനാണ്. എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ അജയ് ശങ്കർ, പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് ആണ്. പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ബാധിക്കുന്ന ക്യാൻസറിൻ്റെ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നൊരു ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞൊരു കുട്ടികളിൽ ബാധിക്കുന്ന ഒരു ക്യാൻസറെ കുറിച്ചിട്ടാണ്. അതൊരു യൂണീക്കും ഒരു വിചിത്രമായ ഒരു തരം അസുഖമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയി ചർച്ച ചെയ്യാം. ഹായ് ഡോക്ടർ. ഈ ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞാൽ ന്യൂറോ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഞരമ്പ്, ബ്ലാസ്റ്റോമ ഇതെന്താണ് ന്യൂറോബ്ലാസ്റ്റോമ? ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വയറിനകത്തോ അല്ലെങ്കിൽ നെഞ്ചിനുള്ളിലോ വരുന്ന ട്യൂമറാണ് കുട്ടികൾ. അപ്പോൾ എല്ലാവരും ഇതിൽ ന്യൂറോ എന്താണെന്ന് വിചാരിക്കും. അപ്പോൾ ന്യൂറോ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെയിൻ ട്യൂമറൊക്കെയാണ് പ്രതീക്ഷിക്കുക. പക്ഷേ പേര് പോലെ തന്നെ അത് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ന്യൂറൽ ക്രസ്റ്റ് സെൽസ് അത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ സ്പൈനൽ കോഡിന് ചുറ്റും ആയിട്ടും മാത്രമല്ല വയറിനകത്തുള്ള ഒരു കിഡ്നിയുടെ മുകളിലുള്ള ഗ്രന്ഥി, അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്, അതും ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്ന ട്യൂമേഴ്സാണ് ന്യൂറോബ്ലാസ്റ്റോമ. ബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ഒരു തരം എംബ്രിയോണൽ ടൈപ്പ് ട്യൂമർ. അതായത് കുട്ടികളിൽ വരുന്ന പല ട്യൂമേഴ്സും ക്യാൻസറുകളുടെ പേര് ബ്ലാസ്റ്റോമ ഉള്ളതായിരിക്കും. ന്യൂറോബ്ലാസ്റ്റോമ, നെഫ്രോബ്ലാസ്റ്റോമ, റെറ്റിനോബ്ലാസ്റ്റോമ, മെഡുലോബ്ലാസ്റ്റോമ. അപ്പോൾ അങ്ങനെ ഒരു ന്യൂറൽ ക്രസ്റ്റ് സെൽസിൽ നിന്ന് വരുന്ന ഒരു ക്യാൻസറാണ് ന്യൂറോബ്ലാസ്റ്റോമ കുട്ടികളിൽ കാണുന്നത്. അപ്പോൾ അത് വരുന്ന സ്ഥലങ്ങൾ സാധാരണ നെഞ്ചിനുള്ളിൽ സ്പൈനൽ കോഡ്, അതായത് നമ്മുടെ കശേരുവിൻ്റെ അല്ലെങ്കിൽ സുഷുമ്ന നാഡിയുടെ സൈഡിലുള്ള സിമ്പത്തറ്റിക് ഗാംഗ്ലിയൻ എന്ന് പറയുന്ന ഞരമ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ പലപ്പോഴും വയറിനകത്താണ് വരിക. അത് കിഡ്നിയുടെ മുകളിൽ അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. അതിൽ നിന്ന് ട്യൂമർ ഡെവലപ്പ് ചെയ്ത് വരാം. ന്യൂറോബ്ലാസ്റ്റോമ യൂഷ്വലി കുട്ടികളിലാണല്ലോ ബാധിക്കുന്നത്. ഏതൊക്കെ ഏജിൽ അത് പ്രസന്റ് ചെയ്യാം ആ ന്യൂറോബ്ലാസ്റ്റോമ? അപ്പോൾ ഏജ് ജനറലി ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കാണുന്നത് കൂടുതലായിട്ടും. പക്ഷെ റെയർ ആയിട്ട് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളിലും കാണാം. ചിലപ്പോൾ ഇത് ജനിക്കുമ്പോൾ തന്നെ കാണാം. ഇപ്പോൾ ന്യൂനെറ്റ്, അതായത് നവജാത ശിശുക്കളിൽ വരെ ഈ ട്യൂമർ കാണാറുണ്ട്. പിന്നെ അപ്പോൾ ഏകദേശം എന്തായാലും കൂടുതൽ കേസുകൾ ഒരു 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായി കാണുക. അപ്പോൾ ഇത് ആസ് ഏജ് പ്രോഗ്രസ്, അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികളിൽ ഇത് ഭയങ്കര നല്ല പ്രോഗ്നോസിസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് എളുപ്പം ചികിത്സിച്ച് മാറ്റാം. പ്രായം കൂടുന്തോറും ഇതിൻ്റെ ചികിത്സിച്ച് മാറ്റാവുന്നതിൻ്റെ സക്സസ് റേറ്റ് നന്നായി കുറയും. ഉദാഹരണത്തിന് ഒരു 18 മാസത്തിന് താഴെയുള്ള കുട്ടി, ഒരു 1.5 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ന്യൂറോബ്ലാസ്റ്റോമ വന്നാൽ പലപ്പോഴും സ്പ്രെഡായി വന്നു, അതായത് മജ്ജയിലോട്ടും കരളിലോട്ടും ഒക്കെ ബാധിച്ച് സ്പ്രെഡായ ഡിസീസ് പോലും നമുക്ക് പൂർണ്ണമായും മാറ്റാൻ സാധിക്കുന്നതാണ്. ഇത് ചില ന്യൂറോബ്ലാസ്റ്റോമ ഈവൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് നമ്മൾ ആ ബയോപ്സി എല്ലാം ചെയ്ത് കൺഫേം ചെയ്താലും പല കേസസും ഉണ്ട് നമുക്ക് ചികിത്സ പോലും വേണ്ട, ജസ്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് തന്നെ, അതും പ്രായം കുറഞ്ഞ കുട്ടികളിൽ പ്രത്യേകിച്ച്. ന്യൂറോബ്ലാസ്റ്റോമ ഈ ഏജിൽ വരുന്നു. ഏതാണ് അതിൻ്റെ സെല്ലിന് ഒറിജിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ന്യൂറോബ്ലാസ്റ്റോമിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? എന്ത് സിംറ്റംസ് ആയിട്ടാണ് ന്യൂറോബ്ലാസ്റ്റോമ ഓരോ ഏജിലും, നവജാത നിയോനേറ്റ് മുതൽ 5 വയസ്സോ അല്ല 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് റയർലി വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്ത് സിംറ്റംസ് കാണുമ്പോഴാണ് മാതാപിതാക്കൾ അവരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നത്? ഇത് പലപ്പോഴും ഇതിന് വളരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഒരു മുഴ വന്നാൽ മുഴ വലുതാവുന്ന മാത്രമല്ല ലക്ഷണങ്ങൾ. പലപ്പോഴും ഇത് കാരണം അത് ഒരു 60% കുട്ടികളിൽ ന്യൂറോബ്ലാസ്റ്റോമ വരുമ്പോൾ തന്നെ പല അവയവങ്ങളിലോട്ട് സ്പ്രെഡായിട്ടായിരിക്കും വരിക. ഇപ്പോൾ എല്ലിലോട്ട് സ്പ്രെഡായി വരും. അപ്പോൾ എല്ല് വേദന, ഒരു ലുക്കീമിയ ലൈക്ക് പിക്ചറായിട്ട് വരാം. പലപ്പോഴും അവർക്ക് വയറിനുള്ളിലാണ് മാസെങ്കിൽ വയറിലൊരു കട്ടി അത് ഫീൽ ചെയ്യാം. സ്വെല്ലിംഗ് ആയിട്ട് വരാം, മുഴ പോലെ വരാം. പിന്നെ ജനറലി നമ്മൾ കാണുന്നത് ബോണി സ്വെല്ലിങ്സ്, അതായത് എല്ലുകളിലെ സ്വെല്ലിങ്സ്, എല്ല് വേദന, രക്തക്കുറവ്, അനീമിയ, അതായത് മജ്ജയെ ബാധിക്കുമ്പോൾ വരുന്നത്. വയറിൽ ഓബ്വിയസ്ലി ന്യൂറോബ്ലാസ്റ്റോമയുടെ സ്വെല്ലിംഗ്, അതായത് അത് എവിടെ വന്നിരിക്കുന്നു ആ ഭാഗത്തുള്ള സ്വെല്ലിംഗ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ സ്പൈനൽ കോഡിന് അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചില സ്പൈനൽ കോഡിന് അകത്തോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവർ ഒരു ലക്ഷണം ജസ്റ്റ് വീക്ക്നെസ്, കാലുകൾക്കുള്ള വീക്ക്നെസ്, അതുപോലുള്ള വീക്ക്നെസ് മാത്രമായിരിക്കാം. വളരെ സിമ്പിൾ കേസ് ആണെങ്കിൽ ഒരു വയറിലൊരു സ്വെല്ലിംഗ് ആയിട്ട് മാത്രം പ്രസന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുപോലെ കണ്ണിൻ്റെ പല കുട്ടികൾ പ്രോപ്റ്റോസിസ്, കണ്ണ് പുറത്തോട്ട് ബൾജാവാൻ തുടങ്ങുന്ന ഇതിലായിരിക്കും വരിക. അത് കണ്ണിൻ്റെ ബാക്കിലോട്ട് ന്യൂറോബ്ലാസ്റ്റോമ സ്പ്രെഡ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിങ്ങനെ പല രീതിയിലും വരാം. പക്ഷെ അത് സാർ പറഞ്ഞ പോലെ ഏജ് വൈസും വ്യത്യാസമുണ്ട്. ഇപ്പോൾ നവജാത ശിശുക്കളോ അല്ലെങ്കിൽ ഇൻഫൻസ്, വളരെ ചെറിയ
കുട്ടികൾക്ക് വരുമ്പോൾ ഇത് ജനറലി ഒരു മാസ് എന്നുള്ളതിനേക്കാളും ഉപരി മാസ് ചിലപ്പോൾ ചെറുതായിരിക്കും, അത് യൂഷ്വലി ലിവറിലോട്ട് പോയിട്ട് എഫക്റ്റ് ചെയ്യുമ്പോഴേ വരും. അപ്പോൾ അവർക്ക് കരളിൻ്റെ വലിപ്പം കൂടുതൽ. ഇപ്പം നവജാത ശിശുക്കൾക്ക് ഇത് ന്യൂറോബ്ലാസ്റ്റോമ ആകുമ്പോൾ യൂഷ്വലി അവർക്ക് ലിവറിലോട്ട് സ്പ്രെഡായ സ്റ്റേജിൽ വരും. അപ്പോൾ കരളിന് വലിപ്പം കൂടുതലുണ്ടാവും. കരളിൻ്റെ വലിപ്പം കൂടുതൽ കാരണം അവർക്ക് ശ്വാസം മുട്ടും അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള പ്രസൻറ്റേഷനാണ് ഉണ്ടാവുക. ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു പോയിന്റ്, 5 വയസ്സിന് ശേഷമുള്ള ന്യൂറോബ്ലാസ്റ്റോമ ഒബ്വിയസ്ലി ജസ്റ്റ് ഏജ് വൈസ് തന്നെ അത് അത് ഒത്തിരി പ്രശ്നമുള്ള ന്യൂറോബ്ലാസ്റ്റോമ. അപ്പം 5 വയസ്സിന് ശേഷമുള്ള ന്യൂറോബ്ലാസ്റ്റോമ ട്രീറ്റ് ചെയ്താലും മാറിക്കിട്ടാനുള്ള സാധ്യത കുറവാണ്. ന്യൂറോബ്ലാസ്റ്റോമയുടെ ട്രീറ്റ്മെന്റ് ഇൻ ജനറൽ എങ്ങനെയാണ്? ഇതിനെ നമ്മൾ ന്യൂറോബ്ലാസ്റ്റോമ നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് ബയോപ്സി ചെയ്യും. ഇതിനെ ന്യൂറോബ്ലാസ്റ്റോമ എന്ന് കൺഫേം ചെയ്യും. പെറ്റ് സ്കാൻ മുതലായ ബാക്കിയുള്ള ടെസ്റ്റ് ചെയ്ത് ഇത് എവിടെയെല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് നോക്കും. എന്നിട്ട് നമ്മൾ ഇതിൽ പ്രായം കൂടി കണക്കിലെടുത്ത് നമ്മളിതിനെ 3 ക്ലാസിഫിക്കേഷനാക്കും. ഒന്ന് ലോ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ. ഒരു ജനറൽ പബ്ലിക്കായി പറയാൻ ലോ റിസ്ക്, ഇന്റർമീഡിയറ്റ് റിസ്ക്, ഹൈ റിസ്ക്. ലോ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു മുഴ മാത്രമേ ഉള്ളൂ, അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുക. അല്ലെങ്കിൽ ഇത്തിരി വളരെ പ്രായം കുറഞ്ഞ കുട്ടികളിൽ കുറച്ച് സ്പ്രെഡായ ടൈപ്പ് ഉള്ളതൊക്കെ. അപ്പം നവജാത ശിശുക്കൾക്കോ അല്ലെങ്കിൽ ഇൻഫൻസിനോ വന്നിട്ട് അത് ലിവറിനെ ഒന്നും കാര്യമായി ബാധിക്കാത്ത രീതിയിൽ സ്പ്രെഡ് ആണെങ്കിലും വേറെ അതിന് പിന്നെ ജനിതകമായ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അസുഖമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒബ്സർവേഷൻ. മേ ബി സർജറി കഴിഞ്ഞു പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നോ ട്രീറ്റ്മെന്റ്, ജസ്റ്റ് ഒബ്സർവേഷൻ. മറ്റുള്ള ട്യൂമറിൽ നിന്ന് വ്യത്യാസം എന്താണ് ഈ ക്യാൻസറിന്? ഇതിപ്പോൾ ഈവൻ ഓപ്പറേഷൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ മുഴുവനെ എടുക്കണമെന്നില്ല, അറ്റ്ലീസ്റ്റ് 50% എടുത്താൽ മതി. ബാക്കി ശരീരത്തിൽ ബാക്കി നിന്നാലും കുഴപ്പമില്ല. പല കേസുകളിലും അത് വ്യത്യാസം വരും ചില സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ. പിന്നെ അതിനുശേഷമുള്ളത് ഇന്റർമീഡിയറ്റ് റിസ്ക് എന്ന് പറയും. അവർക്ക് നമ്മൾ 4 മുതൽ 8 സൈക്കിൾ കീമോതെറാപ്പി, സർജറിക്ക് മുന്നെയോ സർജറിക്ക് ശേഷമോ, അല്ലെങ്കിൽ കീമോ വെച്ച് ആദ്യം തുടങ്ങി പിന്നെ ഇടയിൽ സർജറി ചെയ്യുമോ, അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ 60% ന്യൂറോബ്ലാസ്റ്റോമ ഹൈ റിസ്ക് ന്യൂറോബ്ലാസ്റ്റോമയാണ്. ഹൈ റിസ്ക് ന്യൂറോബ്ലാസ്റ്റോമ, അതായത് മെജോറിറ്റി നമ്മൾ കാണുന്ന ന്യൂറോബ്ലാസ്റ്റോമ ഹൈ റിസ്ക് ന്യൂറോബ്ലാസ്റ്റോമ ആയിരിക്കും. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഹൈ റിസ്ക് ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നല്ല സ്പ്രെഡായി എല്ലിനെ എല്ലാം ബാധിച്ച് സ്പ്രെഡായ ടൈപ്പ് ന്യൂറോബ്ലാസ്റ്റോമകൾ. പിന്നെ ചില എൻമിക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ജനിതക പ്രശ്നം, ക്യാൻസർ സെല്ലിലുള്ള ന്യൂറോബ്ലാസ്റ്റോമകൾ. ഇതിന് പല ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് ഇതിന് ജനറലി നമ്മൾ ആദ്യം കീമോതെറാപ്പി നൽകും 8 സൈക്കിൾ. അസുഖമൊക്കെ നന്നായി കുറയുമ്പോൾ ആ കീമോതെറാപ്പിയിലെ രോഗലക്ഷണങ്ങൾ കുറെയെല്ലാം മാറും. അങ്ങനെ അസുഖം കുറയുകയും അതിൻ്റെ ട്യൂമറിൻ്റെ സൈസ് കുറയുകയും ചെയ്യുമ്പോൾ നമ്മൾ പോയി സർജറി ചെയ്യണം. സർജറി ചെയ്യുമ്പോൾ അറൗണ്ട് 90% എടുക്കാൻ പറ്റിയ നല്ല കാര്യം, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 50% നമ്മൾ സർജറി ചെയ്തെടുക്കണം. സർജറിക്ക് ശേഷം ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്, അതായത് ഹൈ ഡോസ് കീമോതെറാപ്പി നൽകി കുഞ്ഞിൻ്റെ എടുത്തു വെച്ചിരിക്കുന്ന മൂലകോശങ്ങൾ തിരിച്ചു കയറ്റുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇത് കഴിഞ്ഞ് ഒരു ഏകദേശം 60 ദിവസം ആകുമ്പോൾ റേഡിയേഷൻ, അതായത് ട്യൂമർ ഉണ്ടായിരുന്ന സ്ഥലത്തോട്ട് റേഡിയേഷൻ കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത്, അതായത് ഇമ്മ്യൂണോതെറാപ്പി. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ ന്യൂറോബ്ലാസ്റ്റോമ സെല്ലിൽ കാണുന്ന GD2 പറഞ്ഞ പ്രോട്ടീൻ എഗെയിൻസ്റ്റ് ഉള്ള ആൻറ്റിബോഡി നമ്മൾ ഡ്രിപ്പായിട്ട് ഇൻഫ്യൂഷനായിട്ട് അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടതാണ്. അതൊരു 5 സൈക്കിളോളം കൊടുക്കണം. അപ്പോൾ ഇതൊരു പ്രൊലോങ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം വളരെ സക്സസ്ഫുള്ളായി ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്കം അറൗണ്ട് 60% ആണ്. ഇത്രയും സ്പ്രെഡായ ഇത്രയും മോശം അസുഖം ഇതിന് 60% ക്യൂർ റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിനുള്ള ഈ സ്റ്റെപ്സ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിൽ കോസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്, പ്രൊലോങ്ഡ് കുറേ കാലത്തെ ഹോസ്പിറ്റൽ സ്റ്റേയുടെ ആവശ്യമുണ്ട്. പക്ഷേ ഇത് വളരെ 60% ഔട്ട്കം എന്നൊക്കെ നല്ല ഔട്ട്കം ആണല്ലോ. അപ്പോൾ എഫേർട്ട് വർത്ത് ആണല്ലോ. ഡെഫിനറ്റ്ലി. അതിൽ പ്രോബ്ലം ഇതാണ്, ഇതില്ലാത്ത ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഔട്ട്കം വളരെ മോശമാണ്. ഇപ്പൊ സാധാ വെറും കീമോതെറാപ്പിയും ഓപ്പറേഷൻ റേഡിയേഷൻ മാത്രം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അറൗണ്ട് 15 മുതൽ 18%. 100 കുട്ടികളെ ട്രീറ്റ് ചെയ്താൽ മേ ബി 10-18 കുട്ടികളെ രക്ഷപ്പെടുകയുള്ളൂ. ട്രാൻസ്പ്ലാന്റ് ആഡ് ചെയ്യുമ്പോൾ പിന്നെ അത് ഇംപ്രൂവ് ചെയ്യും, 30% അടുത്തെത്തും. പക്ഷെ അതിലെല്ലാം ഇമ്മ്യൂണോതെറാപ്പി ആഡ് ചെയ്യുമ്പോൾ 60%. ബേസിക്കലി ഇതൊക്കെ ഫോളോ ചെയ്ത് പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് ട്രീറ്റ് ചെയ്യണം. പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് പറയുന്ന എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്യണം. ഡോക്ടർ പറയുന്ന എല്ലാ പ്രോട്ടോക്കോളും ആ SOP പ്രകാരം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ
60% ഔട്ട്കംസ് വരാൻ വരെ ചാൻസസ് ഉള്ളതാണ്. അത്ര അത് ഹൈ റിസ്ക് ന്യൂറോബ്ലാസ്റ്റോമ വളരെ മോശമായ അസുഖം. മനസ്സിലായി. പക്ഷെ അതിൽ തന്നെ നമ്മളൊരു 60% ഔട്ട്കം ഇപ്പൊ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഒരു അഡ്വാൻസ്മെന്റ് നമ്മുടെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ. ഈ പല പേഷ്യൻസും നമ്മുടെ അടുത്ത് ഈ ന്യൂറോബ്ലാസ്റ്റോമയാണ്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പം പീഡിയാട്രിക് ന്യൂറോബ്ലാസ്റ്റോമയിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇത് ഈ ഹൈറിസ്ക് ന്യൂറോബ്ലാസ്റ്റോമയുടെ ചികിത്സയുടെ ഒരു ഭാഗമാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലുക്കീമിയയുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പോലെ മറ്റൊരാളുടെ മൂലകോശങ്ങൾ കൊടുക്കുന്നതല്ല. ഇത് കുട്ടിയുടെ കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ കുട്ടിയുടെ മൂലകോശങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയും ഹൈ ഡോസ് കീമോതെറാപ്പി കൊടുത്ത് കുട്ടിയുടെ മജ്ജയിലെ അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണ കീമോതെറാപ്പി കൊടുത്ത് രക്ഷപ്പെട്ട ന്യൂറോബ്ലാസ്റ്റോമ സെൽസ് എല്ലാം നശിക്കുകയും പിന്നെ കുട്ടിയുടെ മജ്ജ തിരിച്ച് പ്രവർത്തിച്ചു വരാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന മൂലകോശങ്ങൾ നമ്മൾ തിരിച്ചു കയറ്റുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇത് ഒരു ട്രാൻസ്പ്ലാന്റ് സെറ്റപ്പിലാണ് ചെയ്യുന്നത്. പ്രോപ്പർ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് റോള്. ഇത് വൺ ഓഫ് ദ വേസ് ടു ഇംപ്രൂവ് ദ ഡിസീസ് ഔട്ട്കംസ്. ഓക്കെ, അതല്ല മെയിൻ ട്രീറ്റ്മെന്റ്, ബട്ട് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ്. അതൊരു പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ്. എല്ലാ കമ്പോണന്റിനെ പോലെ ഇതൊരു ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർജറി, റേഡിയോതെറാപ്പി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, ഇമ്മ്യൂണോതെറാപ്പി, ഇതാണ് അതിന്റെ പ്രോട്ടോകോൾ. ഓക്കെ, ഈ ന്യൂറോബ്ലാസ്റ്റോമ ആദ്യമായിട്ട് വരുന്ന പേഷ്യന്റിനെ കുറിച്ച് ആണ് ഈ ഡിസ്കഷൻ നമ്മൾ നടത്തുന്നത്. ഈ റിലാപ്സ്ഡ് പറഞ്ഞ അസുഖമൊക്കെ കഴിഞ്ഞ് അസുഖം തിരിച്ചു വരുന്ന ചില പേഷ്യൻസ് ഉണ്ടല്ലോ, ഇത് അവരെ ട്രീറ്റ്മെന്റ് ഔട്ട്കംസ് എങ്ങനെയാണ് ഇൻ ജനറൽ? എങ്ങനെയാണ് അവരുടെ പ്രോഗ്നോസിസ്? എങ്ങനെയാണ് ഇതിന് ട്രീറ്റ്മെന്റ് നമുക്ക് നൽകാൻ പറ്റാനുള്ള മരുന്നുകളുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? തിരിച്ചു വരുന്ന അസുഖം ഏത് ക്യാൻസർ തിരിച്ചു വന്നാലും അതിന്റെ ഔട്ട്കം മോശമാണ്. എന്ന് വെച്ചാൽ ആദ്യം കിട്ടിയ സക്സസ് കിട്ടില്ല. ന്യൂറോബ്ലാസ്റ്റോമയുടെ കാര്യം ഏകദേശം അതുപോലെയാണ്. എങ്കിലും ഉദാഹരണത്തിന് ഇപ്പം ന്യൂറോബ്ലാസ്റ്റോമ, എസ്പെഷ്യലി ഹൈറിസ്ക് ന്യൂറോബ്ലാസ്റ്റോമകളാണ് തിരിച്ചു വരിക. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവർക്ക് ആദ്യം എന്ത് ട്രീറ്റ്മെന്റ് ആയിരുന്നു കിട്ടിയിരുന്നത്? പ്രോപ്പർലി ട്രീറ്റ് ചെയ്തോ? ആദ്യം പ്രോപ്പർലി ട്രീറ്റ് ചെയ്തത്? ആദ്യം ജസ്റ്റ് കീമോതെറാപ്പിയും സർജറിയും വെച്ച് മാത്രമാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം മജ്ജ മാറ്റി വെക്കല്ല, ട്രാൻസ്പ്ലാന്റ് നടന്നിട്ടുണ്ടോ? അല്ല, ഏറ്റവും പ്രധാന ഇമ്മ്യൂണോതെറാപ്പി മുമ്പ് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മുമ്പ് ഇപ്പൊ പല കുട്ടികളും ഇപ്പൊ തിരിച്ചു വരുന്നത് ഇമ്മ്യൂണോതെറാപ്പി കിട്ടിയിട്ടുണ്ടാവില്ല, ട്രാൻസ്പ്ലാന്റ് കിട്ടാത്തവരാണ്. അവരെ നമ്മൾ സാൽവേജ് കീമോ, അതായത് സെക്കൻഡ് ലൈൻ കീമോതെറാപ്പി, അത് ഇതുവരെ കിട്ടാത്ത തരം കീമോതെറാപ്പി കൊടുക്കുക, അസുഖത്തെ കൺട്രോൾ ചെയ്യുക, മേ ബി ട്രാൻസ്പ്ലാന്റ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിനൊപ്പമോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെയോ. ഇമ്മ്യൂണോതെറാപ്പി കിട്ടാത്ത കുട്ടികളായിരിക്കുമല്ലോ മിക്കവാറും, അവർക്ക് ഇമ്മ്യൂണോതെറാപ്പി ഓഫർ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഐ തിങ്ക് ഒരു 20% 30% കുട്ടികളെ വീണ്ടും നമുക്ക് സേവ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ പീഡിയാട്രിക് ന്യൂറോബ്ലാസ്റ്റോമ ഉള്ള കുട്ടികളെ മാതാപിതാക്കൾ, പാരൻസിനോട് എന്താണ് ഡോക്ടർക്ക് നൽകാനുള്ള ഒരു സമ്മറി ഓഫ് ദ ഇത്? ഫുഡിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്നൊന്ന് പറയുമോ? ന്യൂറോബ്ലാസ്റ്റോമയുള്ള പാരൻസ് ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പീഡിയാട്രിക് ഓൺകോളജി സെന്ററിൽ നിന്നുള്ള ചികിത്സ എടുക്കുക. ഇതിന്റെ റിസ്ക് സ്ട്രാറ്റിഫൈ ചെയ്ത് ഡോക്ടർ പറയുന്ന പോലെ, പലപ്പോഴും ഹൈറിസ്ക് ന്യൂറോബ്ലാസ്റ്റോമയാണ് മിക്കവാറും കുട്ടികൾക്ക് കാണുന്നത്. അപ്പോൾ അവർ ഡോക്ടർ പറയുന്ന പോലെയുള്ള എല്ലാ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇത് ഫോളോ ചെയ്യുക. പല മരുന്നുകളും ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ചില മരുന്ന് ഇമ്മ്യൂണോതെറാപ്പി എല്ലാം ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടി വരും. അതിന് കോസ്റ്റും കാര്യങ്ങളൊക്കെ ആവും. ബട്ട് NGOസിന്റെയും ബാക്കിയുള്ളവരുടെ ഹെൽപ്പും എല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കണം പാരൻസ്. അവർക്ക് ഭയങ്കര അതായത് ഒരു സ്ഥലത്ത് പോയി നിൽക്കുക, ചികിത്സ എടുക്കുക, ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇതെല്ലാം കുറച്ച് ചാലഞ്ചിങ് ആണ്. അത് ഫാമിലിയുടെയും കമ്മ്യൂണിറ്റിയുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പ്രോബ്ലി ക്യാൻ ബി ട്രീറ്റഡ് വെൽ. ഭക്ഷണത്തിനെ കുറിച്ച് ഏതൊക്കെ ക്യാൻസർ രോഗികൾ പീഡിയാട്രിക് ക്യാൻസറിൽ ജനറലി ഫോളോ ചെയ്യേണ്ട ഭക്ഷണ കാര്യങ്ങളാണ് കീമോതെറാപ്പി, ന്യൂറോബ്ലാസ്റ്റോമയുടെ കീമോതെറാപ്പി എടുക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുക, പഴയ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഫ്രിഡ്ജിൽ നിന്ന് ചൂടാക്കിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ ഭക്ഷണത്തിന് ഇന്ന ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്നൊന്നുമില്ല. ഫുഡ് പോയ്സണിങ് വരരുത്. കാരണം ഇമ്മ്യൂണിറ്റി, കീമോതെറാപ്പി എടുക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോൺ വെജ് അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മേ ബി ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ്, ഇത്തിരി കാലം കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഇത്തിരി കൂടി സിംപ്ലിഫൈ ആവുണ്ടാവും, പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നുണ്ടാവും. സോ ദാറ്റ്
തിങ്സ് വിൽ ബി ഈസിയർ. ഇതിൽ ചേഞ്ച് വരാൻ പോകുന്ന ഇമ്മ്യൂണോതെറാപ്പി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്മ്യൂണോതെറാപ്പി കുറച്ചുകൂടി ചിലപ്പോൾ ഇപ്പം നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന ഇമ്മ്യൂണോതെറാപ്പീനെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് പ്രിഡോമിനൻസ് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് റെജിമെൻ വരുമ്പോൾ കീമോതെറാപ്പിയുടെയും ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റിന്റെയും എല്ലാം അതിന്റെ റിക്വയർമെന്റ് കുറയും ന്യൂറോബ്ലാസ്റ്റോമ. ഇത് കൂടാതെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യും. പലതരം ഇമ്മ്യൂണോതെറാപ്പി പലതരം മോളിക്യൂൾസ് ഇതിന്റെ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഇന്ത്യയിലും മാനുഫാക്ചറിങ് തുടങ്ങുമ്പോൾ കോസ്റ്റ് വളരെ കുറയും, ആക്സസിബിലിറ്റി വരും, അവൈലബിലിറ്റി ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും അവിടെ ഇമ്മ്യൂണോതെറാപ്പിയാണ് ഇനിയുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂറോബ്ലാസ്റ്റോമയിൽ. ഈ പറഞ്ഞ 60% ഔട്ട്കമ്മിനെ 80 or 90 എത്തിക്കണമെങ്കിൽ അത് ഇമ്മ്യൂണോതെറാപ്പി വിചാരിച്ചാൽ. ഇപ്പം പ്രിഡോമിനന്റ്ലി ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ ഫോറിൻ കമ്പനീസ് ആണ് ഉണ്ടാക്കുന്നത്, വിദേശ കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. ഐ തിങ്ക് ഇന്ത്യ പേറ്റൻസ് ഒക്കെ കഴിയുമ്പോൾ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ജനറിക് ആയിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പിയും പിന്നെ ന്യൂ റിസർച്ച് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് തന്നെയാണ് അതിന്റെ മെച്ചം. കാരണം മെജോറിറ്റി പോപ്പുലേഷൻ ഇന്ത്യയിലും ചൈനയിലാണുള്ള വേൾഡിൽ 1.4 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിന് മുകളിൽ ആൾക്കാരുണ്ട്. അപ്പോൾ രോഗികളും ഇവിടെ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഗവേഷണം ഇവിടെ തന്നെയാണ് കൂടുതൽ നടത്തേണ്ടത്, കൂടുതൽ മരുന്നുകളും ഇവിടെ കണ്ടെത്തേണ്ടത്. ഇപ്പം മരുന്നുകളൊക്കെ മിക്കവാറും അമേരിക്കയിലാണ് കണ്ടെത്തുന്നത്, അവിടെ നല്ല പോപ്പുലേഷൻ ഉണ്ട്. ബട്ട് നമ്മുടെ നല്ല ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ് നമ്മളെ ഇന്ത്യയിൽ. അത് ഇത്തിരി കൂടി റിസർച്ചിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് സ്വന്തം അഡ്വാൻസ്ഡ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം, നമുക്ക് എല്ലാവർക്കും നല്ല കാര്യമായിരിക്കും പേഷ്യൻസിന്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഡോക്ടർ അജയ്. താങ്ക് യു.